രാവിലെ നമ്മൾ ആരംഭിച്ച ഈ പ്രോഗ്രാം അതിൻ്റെ അവസാന സമയത്ത് എത്തി നിൽക്കുകയാണ്. ഈ ഒരു നേരം ചില സന്ദേശങ്ങൾ കൈമാറുവാനാണ് ഇൻഷാ അല്ലാഹ് ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, കേരളത്തിലേക്ക് ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങളുമായി കടന്നു വന്ന മഹാനായ മാലിക് ബിൻ ദീനാർ, അദ്ദേഹത്തിൻ്റെ അരികിലേക്ക് ഒരിക്കൽ ഒരു വ്യക്തി വന്നുകൊണ്ട് പറയുകയാണ്, ഞാനിതാ എല്ലാ തിന്മകളിൽ നിന്നും മാറി സഞ്ചരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഒരുപക്ഷെ ഇവിടെയുള്ള ഈ സംസാരങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ നമ്മളിൽ ചില ആളുകളെങ്കിലും ആ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ടാകും. ഇന്നലെ വരെ നമ്മുടെ ജീവിതത്തിലുണ്ടായിരുന്ന തിന്മകളിൽ നിന്ന് ചില തിന്മകളോട് ഞങ്ങളിതാ വിട പറയുന്നു എന്ന് തീരുമാനിച്ചവരുണ്ടായിരിക്കും. മാലിക് ബിൻ ദീനാറിൻ്റെ അരികിലേക്ക് വന്നുകൊണ്ടൊരു വ്യക്തി പറയുന്നു, എല്ലാ തിന്മകളിൽ നിന്നും ഞാൻ മാറാൻ ഒരുക്കമാണ്. പക്ഷെ ഒരു തിന്മ, ആ തിന്മ അതിൽ നിന്നും മാറാൻ എനിക്ക് സാധിക്കുകയില്ല. അതിന് നിങ്ങൾ എനിക്ക് ഇളവ് നൽകണം. ആ സമയത്ത് മഹാനായ മാലിക് ബിൻ ദീനാർ അദ്ദേഹം ആ വ്യക്തിയോട് പറഞ്ഞു, ശരി, നിനക്കാ തിന്മ ചെയ്യണമെങ്കിൽ നിനക്കാ തിന്മ ആകാം. പക്ഷേ അള്ളാഹുവിൻ്റെ ഭൂമിയിൽ നിന്ന് പുറത്തുപോയി അള്ളാഹുവിൻ്റേതല്ലാത്ത ഒരു ഇടത്ത് നിന്നുകൊണ്ട് നിനക്കാ തെറ്റു ചെയ്യാൻ കഴിയുമെങ്കിൽ നീ ചെയ്തോ. ആ മനുഷ്യന്റെ മറുപടി, അള്ളാഹുവിൻ്റേതല്ലാത്ത മറ്റൊരു ഭാഗം ഈ ഭൂമിയിലില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് എനിക്ക് തെറ്റു ചെയ്യാൻ കഴിയുക? ഉടനെ മാലിക് ബിൻ ദീനാർ റഹിമഹുല്ല പറഞ്ഞു, ശരി, എങ്കിൽ അള്ളാഹുവിൻ്റെ റിസ്ക് ഉപയോഗിക്കാതെ അന്നത്തെ ദിവസം അള്ളാഹു നൽകുന്ന ഉപജീവനങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് നീ ആ തിന്മയിലേക്ക് പോവുക, നീ ആ തിന്മ ചെയ്യുക എന്ന് പറഞ്ഞപ്പോൾ ആ മനുഷ്യന്റെ മറുപടി, അള്ളാഹു നൽകുന്ന ഭക്ഷണമല്ലാതെ, അള്ളാഹു നൽകുന്ന വെള്ളമല്ലാതെ അതുപയോഗിക്കാതെ എനിക്കെങ്ങനെയാണ് ജീവിക്കാൻ കഴിയുക? മൂന്നാമതായി മഹാനായ മാലിക് ബിൻ ദീനാർ റഹിമഹുല്ല പറഞ്ഞു, ശരി, നിനക്ക് തെറ്റു ചെയ്യണമെങ്കിൽ അള്ളാഹു കാണാത്ത, അള്ളാഹു നിന്നെ അറിയാത്ത വല്ല ഇടവുമുണ്ടോ എന്ന് നീ അന്വേഷിക്കുകയും അവിടെ ചെന്നുകൊണ്ട് നീ തെറ്റു ചെയ്യുക. പലപ്പോഴും നമ്മൾ കരുതാറില്ലേ, ആരും കാണുന്നില്ല, ആരും അറിയുന്നില്ല, ഉപ്പയറിയുന്നില്ല, ഉമ്മയറിയുന്നില്ല. ഈ മനുഷ്യന്റെ മറുപടി, അള്ളാഹു കാണാത്ത, അള്ളാഹു അറിയാത്ത ഒരിടം എങ്ങനെയാണ് ഉണ്ടാവുക? അവൻ എന്നെ സദാ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവനല്ലേ. നാലാമതായി മാലിക് ബിൻ ദീനാർ റഹിമഹുല്ല പറഞ്ഞു, ശരി, നിനക്ക് തെറ്റു ചെയ്യണമോ എങ്കിൽ അള്ളാഹുവിൻ്റെ വിചാരണ നാളിൽ അവൻ്റെ മുന്നിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുമെന്ന ബോധ്യം നിനക്കുണ്ടെങ്കിൽ നിനക്കാ തെറ്റു ചെയ്യാം. ആ മനുഷ്യൻ ആ തെറ്റിൽ നിന്ന് മാറിപ്പോവുകയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ജീവിക്കുന്നത് അള്ളാഹുവിൻ്റെ ഭൂമിയിലാണ്, നമ്മൾ കടിക്കുന്നത് അള്ളാഹുവിൻ്റെ റിസ്ക്കാണ്. അവൻ്റെ നിരീക്ഷണത്തിൽ നിന്ന് ജീവിതത്തിൻ്റെ ഒരു കണ്ണിമ വെട്ടുന്ന നേരം പോലും മാറി നിൽക്കാൻ നമുക്ക് സാധിക്കുകയില്ല. നാളെ പടച്ച റബ്ബിൻ്റെ കോടതിയിൽ, ആ വിചാരണയുടെ നാളിൽ, നരകം നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്ന ദിവസത്തിൽ ആ വിചാരണയിൽ നിന്ന് രക്ഷപ്പെടുവാൻ പ്രിയമുള്ളവരെ, നമ്മുടെ സമ്പത്ത് കൊണ്ടോ നമ്മുടെ അധികാരങ്ങൾ കൊണ്ടോ നമ്മുടെ ഏതെങ്കിലും വിധത്തിലുള്ള വിദ്യാഭ്യാസം കൊണ്ടോ രക്ഷ ഇല്ല എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. മരുഭൂമിയിലൂടെ നടന്നു പോകുന്ന സുന്ദരിയായ ഒരു പെണ്ണിന്റെ അരികിലേക്ക് അഅറാബിയായ ഒരു മനുഷ്യൻ കടന്നു വരികയാണ്. ആ പെണ്ണിന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് അഅറാബിയായ ആ മനുഷ്യൻ പറയുന്നത്, പെണ്ണെ, ഈ രാത്രിയിൽ ഇതാ നമുക്കൊന്ന് ആനന്ദിക്കാം, നമുക്കൊന്ന് ആഹ്ലാദിക്കാം, ജീവിതത്തിന്റെ ഏറ്റവും മനോഹരമായ നിമിഷങ്ങളിലൂടെ നമുക്കൊന്ന് കടന്നു പോകാമെന്ന് പറയുമ്പോൾ ആ പെണ്ണ് ആ കൈ തട്ടി മാറ്റിക്കൊണ്ട് പറയുന്നത്, എടോ മനുഷ്യ, നിന്റെ ദീൻ നീ അനുസരിക്കുന്നില്ല എങ്കിൽ നിന്റെ ബുദ്ധി പറയുന്നില്ലേ ഇത് തെറ്റാണ് എന്ന്? മരുഭൂമിയിൽ ഒരു പെണ്ണിന്റെ കൈ പിടിക്കുവാനും തോന്നിവാസത്തിലേക്ക് വിളിക്കുവാനും നിന്റെ ബുദ്ധി പറയുന്നില്ലേ അത് തെറ്റാണ് എന്ന്? ആ സമയത്ത് അറാബിയായ മനുഷ്യന്റെ മറുപടി, മയറാന ഇല്ലൽ ഖവാഖിബ്, പെണ്ണെ, എന്തിനാണ് നീ പേടിക്കുന്നത്? നക്ഷത്രങ്ങളല്ലാതെ ആകാശത്ത് പൂത്തുലഞ്ഞു നിൽക്കുന്ന നക്ഷത്രങ്ങളല്ലാതെ ഈ രാത്രിയിൽ നമ്മളെ കാണാൻ ആരുമില്ലല്ലോ. ജനങ്ങൾ ഉറങ്ങുകയാണ്. ഈ നിശയുടെ നിശബ്ദതയിൽ ആരാണ് നമ്മളെ കാണാനുള്ളത്? ഒരാളും കാണാനില്ല, ഒരാളും അറിയാനില്ല. നക്ഷത്രങ്ങൾ മാത്രമാണ് നമ്മളെ കാണുന്നത് എന്ന് പറഞ്ഞപ്പോ ആ പെണ്ണിന്റെ തിരിച്ചുള്ള ചോദ്യം, ഓ മനുഷ്യ, ആ നക്ഷത്രങ്ങളെ സംവിധാനിച്ചവൻ അവൻ എവിടെ പോയി? ആരും കാണുന്നില്ലേ?
നക്ഷത്രങ്ങൾ മാത്രമാണോ നമ്മെ കാണുന്നത്? ആ നക്ഷത്രങ്ങളെ സംവിധാനിച്ച പടച്ചറപ്പ് എവിടെ പോയി എന്ന് ആ പെണ്ണ് ആ മനുഷ്യനോട് ചോദിച്ചപ്പോ പേടിച്ചു വിറച്ച് ആ തിന്മയിൽ നിന്ന് മാറിപ്പോവുകയാണ്. ഇനിയുള്ള നമ്മുടെ ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും ആ ഒരു മെസ്സേജുമായിട്ടാണ് നമ്മൾ തിരിച്ചു പോകേണ്ടത്. റബ്ബ് കാണുന്നുണ്ട്, പടച്ച റബ്ബ് അറിയുന്നുണ്ട്. ക്യാമ്പസിന്റെ ഇടനാഴികളിൽ ഒരാളും നമ്മളെ അറിയുന്നില്ല എന്ന് കരുതരുത് പ്രിയമുള്ളവരെ. അറിയുന്നൊരു റബ്ബുണ്ട് എന്ന ബോധ്യം നമുക്കുണ്ടാകേണ്ടതുണ്ട്. രാത്രികളിൽ മനസ്സ് തെറ്റിലേക്ക് വിളിക്കുമ്പോ, മനസ്സ് തോന്നിവാസങ്ങളിലേക്ക് വിളിക്കുമ്പോ, രാത്രിയുടെ ഇരുട്ടിന്റെ ഉള്ളിൽ നീ തനിച്ചാകുന്ന സമയത്ത്, നിന്റെ പുതപ്പിൽ, നിന്റെ ബെഡ്റൂമിൽ, നിന്റെ ടോയ്ലറ്റിൽ നീ തനിച്ചാകുമ്പോ, നീ ഒറ്റക്കാകുമ്പോ, നിന്റെ മനസ്സിതാ നിന്നെ തെറ്റിലേക്ക് വിളിക്കുന്നു, തോന്നിവാസങ്ങളിലേക്ക് വിളിക്കുന്നു. ആരും അറിയുന്നില്ല, ആരും കാണുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് തോന്നിവാസങ്ങളിലേക്ക് മനസ്സു വിളിക്കുമ്പോ, ഫസ്തഹി മിന്നലിൽ ഇലാഹി വഖുൽ ലഹാ ഇന്നല്ലദീ ഖലഖൽ ദുലാമ യറാനി. ആ ഇരുട്ടത്ത് ആരും അറിയുന്നില്ല എന്ന് നിന്റെ മനസ്സ് പറയുമ്പോ, നീ നിന്റെ മനസ്സിനോട് പറയുക, ഇരുട്ടിനെ പടച്ചവൻ കാണുന്നുണ്ട്, ഇരുട്ടിനെ സൃഷ്ടിച്ചവൻ കാണുന്നുണ്ട്. പടച്ച റബ്ബറിയാത്ത ഒരു സെക്കൻഡ് സമയം പോലും എൻ്റെ ജീവിതത്തിൽ കടന്നു പോകുന്നില്ല. പ്രിയമുള്ളവരെ, നമ്മുടെ മൊബൈൽ നമ്മൾ ക്ലിയർ ചാറ്റ് ചെയ്ത് കഴിഞ്ഞാലും, നമ്മൾ അതെല്ലാം നമ്മുടെ ഹിസ്റ്ററിയിൽ നിന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാലും, ഉമ്മയറിയുന്നില്ല, ഉപ്പയറിയുന്നില്ല, ഒരാളും അറിയുന്നില്ല എന്ന് നമ്മൾ പറയുമ്പോഴും അറിയുന്നൊരു റബ്ബുണ്ട് എന്ന ബോധ്യം നമുക്കുണ്ടാകണം. യാ ബുനയ്യ, മഹാനായ ലുഖ്മാൻ അലൈഹിസ്സലാം തന്റെ മകന് നൽകിയ ഉപദേശം, ആ ഉപദേശമാണ് ഈ വിദ്യാർത്ഥികളോട് ടീൻ സ്പേസിന് പറയാനുള്ളത്. പൊന്നുമക്കളെ, പൊന്നുമക്കളെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്നഹ ഇൻ തകും മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദൽ ഫതകുൻ ഫീ സഖറത്തിൻ ഔ ഫീ സമാവാത് ഔ ഫിൽ അർള്. നിങ്ങളൊരു തെറ്റ് ചെയ്തു, നിങ്ങളൊരു തോന്നിവാസം ചെയ്തു, നിങ്ങളൊരു തെറ്റ് ചെയ്തു. ആ തെറ്റിനെ ആകാശങ്ങൾക്കുള്ളിൽ നിങ്ങൾ മറച്ചു വച്ചു, ഭൂമിയിൽ നിങ്ങൾ മറച്ചു വച്ചു. എവിടെ നിങ്ങൾ മറച്ചു വച്ചാലും, പാറക്കെട്ടുകൾക്കിടയിൽ നിങ്ങൾ ഒളിപ്പിച്ചു വച്ചാലും, നിങ്ങൾ ആരും കാണുന്നില്ല എന്ന് കരുതിയാലും അല്ലാഹു കൊണ്ടുവരും. പ്രിയമുള്ളവരെ, പടച്ച റബ്ബ് കൊണ്ടുവരുന്ന ഒരു ദിവസമുണ്ട്. അള്ളാഹുവിന്റെ മുന്നിൽ നിൽക്കേണ്ടി വരുന്ന ഒരു ദിവസമുണ്ട്. അത് തമാശയല്ല. ഇവിടെ ഒരുപക്ഷെ സ്വർഗത്തെ കേൾക്കുമ്പോ, നരകത്തെ കേൾക്കുമ്പോ അത് തമാശയാക്കി പരിഹാസത്തോടുകൂടെ നമുക്ക് കടന്നു പോകാം. പക്ഷേ മരണമെത്തിയാൽ, ആ മരണത്തിന്റെ സമയത്ത് തിരിച്ചറിയുന്നൊരു യാഥാർത്ഥ്യമുണ്ട്. ഈ കേട്ടത് ഹക്കാണ്, സ്വർഗം ഹക്കാണ്, നരകം ഹക്കാണ്, അള്ളാഹുവിന്റെ മുന്നിലുള്ള വിചാരണ സത്യമാണ് എന്ന് നമ്മൾ തിരിച്ചറിയും. അനുഗ്രഹങ്ങളെ തിരിച്ചറിയാൻ പ്രിയമുള്ള വിദ്യാർത്ഥികളെ നിങ്ങൾക്ക് കഴിയണം. ഫിലിസ്തീനിന്റെ മണ്ണിൽ നമ്മുടെ സഹോദരന്മാർ അവരനുഭവിക്കുന്ന പ്രയാസങ്ങളെ നിങ്ങൾ കണ്ടില്ലേ? തൊട്ടടുത്ത ദിവസം നിങ്ങളുടെ പ്രായത്തിലുള്ള ഒരു കൊച്ചു സഹോദരന്റെ, ഒരു കൊച്ചു കുട്ടിയുടെ വീഡിയോ നമ്മൾ കണ്ടില്ലേ? ഉപ്പയുടെ മയ്യത്തിന്റെ പിറകെ കണ്ണുനീർ വാർത്തുകൊണ്ട് ഓടിപ്പോകുന്ന ആ കൂട്ടുകാരൻ ഇന്നലെ വെള്ളപ്പുതപ്പിൽ പുതഞ്ഞ 3 കഷ്ണം തുണികളിൽ പുഞ്ചിരി തൂകി മരണപ്പെട്ടു കിടക്കുന്ന ആ കുട്ടിയുടെ ചിത്രം നമ്മൾ കണ്ടു. തൊട്ടടുത്ത ദിവസം ഉപ്പയെ നിറമിഴികളോടുകൂടെ യാത്രയാക്കിയവൻ ഇന്ന് അവനെ, അവന്റെ പ്രിയപ്പെട്ടവർ യാത്രയാക്കുകയാണ്. സൗദി അറേബ്യയിൽ പഠിക്കുന്ന ഒരു സുഹൃത്ത് അദ്ദേഹം അനുഭവം പങ്കുവെച്ചു. എൻ്റെ കൂടെ പഠിക്കുന്ന ഫിലിസ്തീനിയായ കൂട്ടുകാർ, അവര് രാവിലെ കേൾക്കുന്നത് ഉപ്പയുടെ മരണമാണ്, ഉച്ചക്ക് കേൾക്കുന്നത് സഹോദരന്റെ മരണമാണ്, കൊച്ചു പെങ്ങളുടെ മരണമാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ പെങ്ങന്മാർ നിർഭയത്തിലാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ഉമ്മമാർ അവർ സുരക്ഷിതരാണ്, നമ്മുടെ ഉപ്പമാർ സുരക്ഷിതരാണ്, നമ്മുടെ വീട് സുരക്ഷിതമായ സാഹചര്യത്തിലാണ്. നമ്മുടെ സഹോദരന്മാർ ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ പ്രയാസപ്പെടുമ്പോൾ നമുക്കെങ്ങനെയാണ് അഹങ്കാരികളായിക്കൊണ്ട് നമുക്കെങ്ങനെയാണ് മതിമറക്കാൻ കഴിയുന്നത്? അവർക്ക് വേണ്ടിയുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനകൾ ഉണ്ടാകേണ്ടതുണ്ട്. ഒരു ഭാഗത്ത് അധിനിവേശമാണ് നടക്കുന്നത്. നമുക്കറിയാം, BC 5000-ഓളം പഴക്കമുണ്ട് ഫിലിസ്തീൻ എന്ന വാക്കിന്. എന്നാൽ 1948 കടന്നു വന്ന ഇസ്രായേൽ ജനത, അവർക്ക് അഭയം നൽകിയവർ, അവർക്ക് ഭക്ഷണം നൽകിയവർ, അവർക്ക് സൗകര്യങ്ങൾ നൽകിയവർ, അവർക്കെല്ലാം നൽകി ഒരു നാട്ടിലേക്ക് സ്വീകരിച്ചപ്പോൾ ആ നാട്ടിലെ വെള്ളം കൊള്ളയടിച്ചു, ആ
ആ നാട്ടിലെ ഭക്ഷണം കൊള്ളയടിച്ചു, അവരുടെ സ്വത്ത് കൊള്ളയടിച്ചു. അങ്ങനെ നിർഭയത്വം നൽകിയ, തണലേകിയ ഒരു ജനതയെ പകുത്തുമാറ്റുന്ന, അവരുടെ രക്തം പോലും ഊറ്റിക്കുടിക്കുന്ന തോന്നിവാസം നടക്കുമ്പോൾ ഒരിക്കലും കുടിയൊഴിപ്പിക്കലുകാരുടെ, അധിനിവേശ ശക്തികളുടെ, അവരുടെ AK-47 അവരുടെ നേരെ കൈകളിൽ കല്ല് പിടിച്ചു നിൽക്കുന്നവന്റെ പ്രതിരോധവും അതൊന്നല്ല എന്ന് പറയാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം സാധിക്കേണ്ടതുണ്ട്. നമ്മൾ ആത്മാർത്ഥമായി ആ മക്കൾക്ക് വേണ്ടി, ഫിലസ്തീനിലെ കുട്ടികൾക്ക് വേണ്ടി, അവരുടെ സ്വത്തിന് വേണ്ടി, അവരുടെ അഭിമാനത്തിന് വേണ്ടി, അവരുടെ നാടിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, നന്മയിൽ സഹകരിച്ചുകൊണ്ട് മുന്നോട്ടു പോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. വതആവനു അലൽ ബിർരി വത്തഖ്വ, നന്മയിൽ പരസ്പരം സഹകരിക്കുക. നിങ്ങളുടെ നാട്ടിൽ വിസ്ഡം സ്റ്റുഡൻസിന്റെ പ്രവർത്തകന്മാർ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. നമ്മുടെ ശാഖകളിൽ CRE ആരംഭിക്കേണ്ടതുണ്ട്. നമ്മുടെ ശാഖകളിൽ ഇനിയും ഒരുപാട് ദഅ്വ പദ്ധതികൾ നിങ്ങളെ കാത്തിരിക്കുന്നു. നാട്ടിലെത്തിയാൽ തൊട്ടടുത്ത ദിവസം ഞായറാഴ്ചകളിൽ CRE ക്ലാസ്സുകളിൽ നമ്മൾ ഉണ്ടാകേണ്ടതുണ്ട്. അതെവിടെയാണെന്ന് ചോദിച്ചറിഞ്ഞ് മരണം വരെ വിജ്ഞാനത്തെ സ്നേഹിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. നിങ്ങൾക്കറിയുമോ, ഇരുട്ടുമൂടിയൊരു ജനതയെ ദുലുമാത്തിന്റെ, ഇരുട്ടിന്റെ ഏറ്റവും അടിത്തട്ടിൽ കഴിഞ്ഞ ഒരു ജനതയെ വിജ്ഞാനത്തിന്റെ മഹാ ആകാശങ്ങളിലേക്ക് കൈപിടിച്ചുയർത്തിയത് ഹിറയിലെ ഇഖ്റ എന്ന കൽപ്പനയാണെങ്കിൽ, വായിക്കാതെ പഠിക്കാതെ വിജ്ഞാനം നുകരാതെ നമുക്ക് കഴിഞ്ഞു പോകാൻ കഴിയുകയില്ല. വായിക്കുക, പഠിക്കുക, CREയിലെ പഠിതാക്കളാവുക, അല്ലെങ്കിൽ ആ സംവിധാനങ്ങളിൽ വിജ്ഞാനം പകർന്നു കൊടുക്കുന്ന അധ്യാപകന്മാരായി നമ്മൾ മാറുക. പ്രിയമുള്ളവരെ, നന്മകളുമായി മുന്നോട്ടു പോകാൻ സാധിക്കണമെന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. ലിബറലിസം നമ്മൾ ക്യാമ്പസുകളിലേക്ക് പോകുമ്പോൾ അവിടെ നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. ഇതാ ഒരു പഴഞ്ചൻ സംസ്കാരത്തിലേക്ക്, 6-ാം നൂറ്റാണ്ടിലേക്ക് വണ്ടി കയറുന്നവരാണ് എന്ന് നമ്മളെ പരിഹസിക്കുമ്പോൾ, നമ്മെ ആക്ഷേപിക്കുമ്പോൾ, ആ പരിഹാസങ്ങൾക്ക് ഇസ്ലാമിന്റെ ഐസത്ത് നെഞ്ചിലേറ്റ് മറുപടി കൊടുക്കാൻ പ്രിയമുള്ള വിദ്യാർത്ഥികളെ ഇനി നിങ്ങൾക്ക് കഴിയേണ്ടതുണ്ട്. നിങ്ങൾക്കറിയുമോ, പെണ്ണിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഇന്ന് സംസാരിക്കുന്നവർ പറയുന്നു, പെണ്ണിനെ ഇസ്ലാം കൊണ്ടുപോകുന്നത് ഇത് 6-ാം നൂറ്റാണ്ടിലേക്കാണ്. നിങ്ങളൊന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യുക. ലിബറലുകൾ ഭരിക്കുന്ന ബ്രസീലിൽ, മെക്സിക്കോ തുടങ്ങിയ രാജ്യങ്ങളിൽ അവിടെയുള്ള സ്ത്രീകൾ, 50% വരുന്ന സ്ത്രീകൾ അവരാണ് പറയുന്നത്, ഞങ്ങൾ സുരക്ഷിതരല്ല. പെണ്ണിന് വേണ്ടി ശബ്ദിക്കുന്നവർ ആ രാജ്യങ്ങളാണ് പറയുന്നത്, ഞങ്ങൾ സുരക്ഷിതരല്ല. എന്നാൽ 1400 വർഷം മുമ്പ് മദീനയുടെ തെരുവിലൂടെ വേട്ടമൃഗങ്ങളെയല്ലാതെ ഒരു മനുഷ്യനെയും പേടിക്കാതെ സ്ത്രീകൾക്ക് നടക്കാൻ, സ്ത്രീകൾക്ക് പെണ്ണായി ജനിക്കാൻ, സ്വത്തവകാശം നേടാൻ എല്ലാ വിധത്തിലുള്ള സ്വാതന്ത്ര്യങ്ങൾ വാങ്ങിക്കൊടുത്ത ഇസ്ലാമാണോ പെണ്ണിനെ 6-ാം നൂറ്റാണ്ടിലേക്ക് വിളിക്കുന്നത്? അതല്ല, ഇത്തരം ലിബറൽ ചിന്തകളാണോ എന്ന് നമ്മൾ ആലോചിക്കുക. 6-ാം നൂറ്റാണ്ടിൽ പെണ്ണിന് ജനിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകിയില്ല എങ്കിൽ ഇന്നത്തെ പഠനങ്ങൾ പറയുന്നത് 3 കോടിയിലധികം വരുന്ന കുട്ടികളെ ഗർഭപാത്രത്തിൽ വെച്ചുകൊണ്ട് ആധുനിക മനുഷ്യന്മാർ കൊല ചെയ്യുന്നു. അവിടെ ഇസ്ലാം പറയുന്നത് എന്തിന്റെ പേരിലാണ് കൊല ചെയ്യപ്പെടുന്നത് എന്ന് ചോദിക്കപ്പെടുന്ന ഒരു കാലം വരും. പ്രിയമുള്ളവരെ, ആ ഇസ്ലാമിൽ അഭിമാനം കാണാൻ, ഇസ്ലാമിൽ ഇസ്സത്ത് കാണാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഞാൻ കടന്നു വരുന്നത് ഒരു മരണ വീട്ടിൽ നിന്നാണ് ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഞാൻ കടന്നു വരുന്നത്. ബുധനാഴ്ച ആന്ധ്രയിൽ നിന്ന് പുറപ്പെട്ട ഒരു സുഹൃത്ത് സേലത്ത് വെച്ചുകൊണ്ട് ട്രെയിനിൽ നിന്ന് താഴെ വീണു. അദ്ദേഹം മരണപ്പെട്ടു. വ്യാഴാഴ്ച 11 മണി സമയത്താണ് ആ മയ്യത്ത് ലഭിക്കുന്നത്. പ്രിയമുള്ളവരെ, നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ, രാത്രി 1 മണിക്ക് ഉറക്കിൽ നിന്നെഴുന്നേറ്റ് ട്രെയിനിലൂടെ പോകുമ്പോൾ തെറിച്ചു വീണ് മരണപ്പെടുകയാണ്. സേലത്ത് വെച്ചുകൊണ്ടാണ് ആ മരണം നടക്കുന്നത്. അള്ളാഹു എവിടെയാണ് നമ്മുടെ മരണം നിശ്ചയിച്ചിട്ടുള്ളത് എങ്കിൽ, എത്ര ഗാഢമായ ഉറക്കത്തിലാണെങ്കിലും ആ സമയമെത്തിയാൽ നമ്മൾ എഴുന്നേൽക്കും, ആ സ്ഥലത്തേക്ക് നമ്മൾ എത്തും. ഒരാൾക്കും ആ മരണത്തിൽ നിന്ന് നമ്മളെ തടഞ്ഞു നിർത്താൻ കഴിയുകയില്ല. അദ്ദേഹത്തിന്റെ ഖബറൊരുക്കിയത്, അദ്ദേഹത്തിന്റെ വീടിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതാനും മാസം കഴിഞ്ഞാൽ തന്റെ പുതിയ വീട്ടിലേക്ക് താമസം മാറാനിരിക്കുന്ന സുഹൃത്ത് ആ വീടിന്റെ 50 മീറ്റർ
മാത്രം അകലെയാണ് അദ്ദേഹത്തിന് വേണ്ടിയുള്ള ഖബറൊരുങ്ങിയിട്ടുള്ളത്. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? തൻ്റെ പണി കഴിക്കുന്ന ആ വീട്ടിൽ ഒരു ദിവസം പോലും കിടന്നുറങ്ങാൻ, ഒരു നിമിഷം പോലും തനിക്ക് ജീവിക്കാൻ കഴിയില്ല എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ, തൻ്റെ വീടിൻ്റെ അകലെയുള്ള 50 മീറ്റർ മാത്രം അകലെയുള്ള ഒരു കൊച്ചു ഖബറിലാണ് തൻ്റെ ജീവിതമെന്ന് തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ എത്രമാത്രം നന്മകളിൽ മത്സരിക്കുമായിരുന്നു. നമ്മുടെ കൂടെയുള്ളവരിൽ മരണപ്പെട്ടവരില്ലേ പ്രിയമുള്ളവരെ? നമ്മുടെ എത്രയെത്ര സുഹൃത്തുക്കൾ നമുക്ക് മുമ്പേ യാത്ര തിരിച്ചു. ആരാണ് നമുക്ക് ഒരുപാട് കാലം ഈ ദുനിയാവിൽ ജീവിക്കാൻ കഴിയുമെന്ന ഉറപ്പ് നൽകിയിട്ടുള്ളത്? അതുകൊണ്ട് മരണത്തിന് മുമ്പ് നമ്മുടെ ജീവിതത്തെ ഒന്ന് ക്രമീകരിക്കാൻ നമുക്ക് സാധിക്കണം. മരണത്തിന് മുമ്പ് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ പ്രിയമുള്ളവരെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇവിടെ കേട്ട സന്ദേശങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക, നന്മകൾ സ്വീകരിച്ച് നന്മയുടെ താക്കോലുകളായി പ്രിയമുള്ള വിദ്യാർത്ഥികളെ നിങ്ങൾ തിരിച്ചു മടങ്ങുക. നിങ്ങളുടെ നാട്ടിൽ നന്മയുടെ വിളക്കുമാടങ്ങളാവുക, നിങ്ങളുടെ സ്ഥാപനങ്ങളിൽ നന്മയുടെ വിളക്കുമാടങ്ങളാവുക. ഇനി വിസ്ഡം സ്റ്റുഡൻസിന്റെ പ്രവർത്തനങ്ങളിൽ ഒന്നിച്ചുകൊണ്ടാണ് നമുക്ക് മുന്നോട്ട് പോകാനുള്ളത്. വലിയ പ്രവർത്തനങ്ങൾ ഇൻഷാ അല്ലാഹ് നടക്കാനിരിക്കുകയാണ്. പ്രൊഫഷണൽ വിദ്യാർത്ഥികളുടെ സമ്മേളനം നമ്മൾ സംഘടിപ്പിച്ചു. ഡിസംബർ 9-ാം തീയതി അറബിക് ക്യാമ്പസുകൾ, ആ അറബിക് ക്യാമ്പസുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി അറബിക് കോൺഫറൻസ് ഇൻഷാ അല്ലാഹ് മലപ്പുറത്ത് വെച്ചുകൊണ്ട് നടക്കാനിരിക്കുമ്പോൾ ആ നന്മ അത് നമ്മുടെ പരിചയക്കാരിലേക്ക് എത്തിക്കാനുള്ള പരിശ്രമങ്ങൾ ഉണ്ടാകണം. നമ്മുടെ നാട്ടിലെ CRE ക്ലാസ്സുകളിൽ സജീവമായി നമ്മൾ ഉണ്ടാകണം എന്ന് ഓർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.